ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്മൈൽ വിത്ത് കുട്ടൂസൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? നമ്മുടെ കുട്ടൂസനും കുഞ്ചപ്പനും സൂര്യയും ഒക്കെ ഇവിടെ സുഖമായിട്ടിരിപ്പുണ്ടേ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്തിനെ കുറിച്ചാന്ന് പറയട്ടെ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയില്ലേ, അതേതാണെന്നറിയാലോ എല്ലാവർക്കും. ഏറ്റവും ചെറിയ ജില്ലയായ നമ്മുടെ ആലപ്പുഴ ജില്ലയിലുള്ള ഒരു പ്രസിദ്ധ ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ഉത്സവത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങളുടെ മനസ്സിലൂടെ ആദ്യം പോയത് അമ്പലപ്പുഴ ക്ഷേത്രമല്ലേ? ഇപ്പൊ എല്ലാവരുടെ മനസ്സിലൂടെ അമ്പലപ്പുഴ ക്ഷേത്രവും പിന്നെ അവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ ഓർമ്മകളും മനസ്സിലൂടെ മിന്നി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എങ്കിലേ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തെ കുറിച്ചല്ല കേട്ടോ. അമ്പലപ്പുഴ ക്ഷേത്രം പോലെ തന്നെ ആലപ്പുഴക്കാർക്ക് പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ഇന്ന് നമ്മൾ മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തെ കുറിച്ചും പിന്നെ ആലപ്പുഴക്കാരുടെ പ്രിയപ്പെട്ട മുല്ലയ്ക്കൽ ചിറപ്പിനെ കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. എങ്കിലേ നമുക്ക് ഈ ക്ഷേത്രത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? ആലപ്പുഴ പട്ടണത്തിന്റെ ഒത്ത നടുക്കായി സ്ഥിതി ചെയ്യുന്ന പ്രൗഢ മനോഹര ക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം. ഏകദേശം 500 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം പഴയ കേരള ശൈലിയിലാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രാങ്കണം മുല്ലപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരായിരിക്കാം ഈ സ്ഥലത്തിന് അല്ലേ? ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. ക്ഷേത്രത്തിന്റെ അകത്തെ ശ്രീകോവിലിലെ വിഗ്രഹം ദുർഗാദേവിയുടേതാണ്. ഗണപതി, ഹനുമാൻ സ്വാമി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, കൃഷ്ണൻ, നാഗദൈവങ്ങൾ തുടങ്ങി മറ്റു പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. കൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ക്ഷേത്ര മതിലിനുള്ളിലെ ആൽമരത്തിന് താഴെയായിട്ട് ശിവലിംഗ പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിലൊന്ന് സൈനികരുമായി ബന്ധപ്പെട്ടതാണ്. എന്തെന്നാൽ തെക്കുംകൂർ പ്രദേശത്ത് നിന്ന് നാടുകടത്തപ്പെട്ട ഒരു കൂട്ടം സൈനികരാണ് ദേവിയുടെ വിഗ്രഹം അവിടെ നിന്നും ഇവിടെ കൊണ്ടുവന്നതെന്നും അവർ ഇവിടുത്തെ മുല്ലപ്പൂന്തോട്ടത്തിൽ വിഗ്രഹം സ്ഥാപിച്ചുവെന്നും പിന്നീട് ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ മുല്ലപ്പൂന്തോട്ടത്തിൽ ക്ഷേത്രം നിർമ്മിച്ചുവെന്നുമാണ് ഒരു വിശ്വാസം. എന്നാൽ മറ്റൊരു വിശ്വാസം എന്തെന്നാൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ദേവിയെ കണ്ട ചെമ്പകശ്ശേരി രാജാവ് ദേവനാരായണൻ ദേവിയെ തന്റെ രാജ്യത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചുവെന്നും അന്ന് രാത്രി തന്നെ ദേവി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തീർച്ചയായും താൻ ചെമ്പകശ്ശേരി രാജാവിനൊപ്പം അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് മടങ്ങുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ ആലപ്പുഴയിലെത്തിയ രാജാവ് ക്ഷീണത്താൽ മുല്ലപ്പൂന്തോട്ടത്തിൽ വിശ്രമിക്കാനും കുട താഴെ വയ്ക്കാനും തീരുമാനിച്ചു. അദ്ദേഹം ഉണർന്നപ്പോൾ കുട ചലിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ കുട ചലിപ്പിക്കാനായില്ല എന്നും അതിന്റെ അർത്ഥം ദേവി അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ സൂചനയാണിതെന്നും മനസ്സിലാക്കിയ അദ്ദേഹം അവിടെ മുല്ലപ്പൂന്തോട്ടത്തിൽ ദേവിക്കായി ഒരു ക്ഷേത്രം പണിതുമെന്നുമാണ് കരുതപ്പെടുന്നത്. എന്നാൽ മറ്റൊരു കഥ ഇങ്ങനെയാണ്. മൈസൂരിലെ ടിപ്പു സുൽത്താനില്ലേ, അദ്ദേഹം കേരളം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന കാലം അന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ വിഗ്രഹവുമായി മലബാറിൽ നിന്ന് ഒരു സംഘം നമ്പൂതിരി ബ്രാഹ്മണർ അവിടുന്ന് രക്ഷപ്പെട്ട് ആലപ്പുഴയിലെത്തുകയും അവർ അവിടെ ഈ മുല്ലപ്പൂന്തോട്ടം കാണുകയും ചെയ്തു. അവർ ഈ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചുവെന്നും പിന്നീട് ശ്രീകോവിലിന് ചുറ്റും ക്ഷേത്രം നിർമ്മിച്ചു എന്നുമാണ് കരുതപ്പെടുന്നത്. എന്നാലേ അന്ന് സ്ഥാപിച്ച ആ വിഗ്രഹമല്ല ഇപ്പോഴുള്ളത്. എന്തെന്നാൽ 1961 മുൻപ് അകത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന വിഗ്രഹം ഒരു കൈയിൽ കലശവും മറു കൈയിൽ കലവുമുള്ള അന്നപൂർണേശ്വരി ദേവിയുടേതായിരുന്നു. എന്നാൽ 1961 അപരിചിതനായ ഒരാൾ ശ്രീകോവിൽ പ്രവേശിച്ച് വിഗ്രഹത്തെ ആശ്ലേഷിക്കുകയും തുടർന്ന് വിഗ്രഹത്തിൽ വിള്ളൽ കാണപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് വിഗ്രഹം മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു.
1962 ജൂലൈ 16 പഴയ പ്രതിഷ്ഠയ്ക്ക് പകരം ശ്രീ രാജരാജേശ്വരിയുടെ ഒരു പുതിയ വിഗ്രഹം അകത്തെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രം ഇവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ടും വളരെ പേരുകേട്ടതാണ്. മുല്ലയ്ക്കൽ അമ്പലത്തിലെ ഉത്സവം മുല്ലയ്ക്കൽ ചിറപ്പെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. മുല്ലയ്ക്കൽ തെരുവ് മുതൽ കിടങ്ങാമ്പറമ്പ് ദേവീക്ഷേത്രം വരെ നീളുന്ന കൊടിത്തോരണങ്ങൾ നിറഞ്ഞ നഗരവീഥി. ഈ നഗരവീഥിയിൽ കിട്ടാത്തതായി ഒന്നും തന്നെയില്ല എന്ന് തന്നെ പറയാം. ജാതിമത ഭേദമന്യേ ഓരോ ആലപ്പുഴക്കാരനും ആഘോഷിക്കുന്ന ഒന്നാണ് മുല്ലയ്ക്കൽ ചിറപ്പ്. ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ആഘോഷമാണെന്ന് തന്നെ പറയാം. മുല്ലയ്ക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവവും ഇതുതന്നെയാണ്, ഈ ചിറപ്പ് മഹോത്സവം. ഇത് ഏകദേശം 41 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഈ ഉത്സവത്തിന്റെ അവസാനത്തെ 11 ദിവസത്തെയാണ് ചിറപ്പ് ഉത്സവം എന്ന് പറയുന്നത്. ഓരോ ആലപ്പുഴക്കാരനെയും ആലപ്പുഴയുടെ നഗരവീഥികളെയും ഉത്സവ തിമിർപ്പിൽ ആറാടിക്കുന്ന ഒന്നാണ് മുല്ലയ്ക്കൽ ചിറപ്പ്. ഈ ഉത്സവത്തിന്റെ അവസാന 2 ദിവസങ്ങൾ ഏറ്റവും സവിശേഷവും പവിത്രവുമായാണ് കരുതപ്പെടുന്നത്. ഉത്സവ നാളുകളിൽ ഇവിടുത്തെ ആന എഴുന്നള്ളിപ്പ് കാണാൻ ആയിരങ്ങൾ എത്താറുണ്ട്. മുല്ലയ്ക്കൽ ശ്രീ ബാലകൃഷ്ണനാണ് ഇപ്പോൾ ഇവിടുത്തെ ആന. പതിവ് പൂജ കൂടാതെ മികച്ച സാംസ്കാരിക പരിപാടികളും ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കൂടാതെ ആയിരങ്ങൾക്ക് അന്നദാനവും നടത്തപ്പെടുന്നു. ചിറപ്പുത്സവ സമയത്ത് അന്നദാനത്തിൽ ഏകദേശം 3000-4000 ആളുകൾക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. മുല്ലയ്ക്കൽ തെരുവ് മുഴുവൻ കച്ചവടക്കാരാൽ നിറഞ്ഞിരിക്കുന്നു. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഈ നഗരവീഥിയിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്ന് തന്നെ പറയാം. അത്രത്തോളം കടകളാലും ആളുകളാലും നിറഞ്ഞതാണ് ഈ നഗരവീഥി. ചിറപ്പുത്സവത്തിനോടനുബന്ധിച്ച് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും കച്ചവടത്തിനായിട്ട് ആലപ്പുഴ തെരുവിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾക്ക് പല നാട്ടിലുള്ള പല വസ്തുക്കളും ഇവിടുന്ന് ലഭിക്കുന്നതാണ്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിന്റെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തെരുവ് വീഥി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഉണർന്നിരിക്കുന്നു. ഈ തെരുവീഥിയുടെ ഇരുവശങ്ങളിലും കച്ചവടക്കാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞല്ലാതെ ഈ വീഥിയെ കാണാൻ കഴിയില്ല കേട്ടോ. ഈ ഉത്സവ നാളുകളിൽ വർണ്ണാഭമായ ഒരു കാഴ്ച തന്നെയാണ് ഈ തെരുവ് വീഥി നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഒരുപാട് ആളുകൾ ചിറപ്പ് കാണുവാനും സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും വേണ്ടി ഇവിടേക്ക് എത്താറുണ്ട് കേട്ടോ. കരിമ്പ് കച്ചവടക്കാർ, കുപ്പായം വിൽക്കുന്നവർ, പൊരിക്കച്ചവടക്കാർ, കുട്ടികൾക്കുള്ള കളിപ്പാട്ടം വിൽക്കുന്നവർ, ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവർ, വീട്ടിലേക്കുള്ള സാധനങ്ങൾ വിൽക്കുന്നവർ, മൺപാത്രങ്ങളില്ലേ അവ വിൽക്കുന്നവർ, അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കച്ചവടക്കാരാണ് ഇവിടെ ഉള്ളത്. കൊടിത്തോരണങ്ങളാലും വർണ്ണ ബലൂണുകളാലും വർണ്ണ ബൾബുകളാലും കച്ചവടക്കാരാലും ജനങ്ങളാലും നിറഞ്ഞ ഈ തെരുവീഥി നയന മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. രാത്രിയിലെ കാഴ്ചകൾക്കാകട്ടെ ഒന്നുകൂടി മാറ്റുകൂടുതലാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ ചിറപ്പിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞപ്പോൾ ഈ ചിറപ്പ് മഹോത്സവം ഒന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ ചിറപ്പ് കാണാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും വന്നൊന്ന് കാണണം കേട്ടോ. അത്രയ്ക്ക് നയന മനോഹരമായ കാഴ്ചകളാണ് ഈ ക്ഷേത്രാങ്കണവും ക്ഷേത്രവും ഇവിടുത്തെ തെരുവീഥികളും നിങ്ങൾക്ക് നൽകുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തെക്കുറിച്ചും ചിറപ്പിനെ കുറിച്ചുമുള്ള ഈ കുഞ്ഞറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും
നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോഴേ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ മുല്ലക്കൽ ചിറപ്പൊക്കെ കണ്ട് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇപ്പത്തേ എന്നെ കാത്ത് ആരാ വാദിക്കാൻ നിൽക്കുന്നെന്ന് നോക്കിയേ. നമ്മുടെ കുട്ടൂസൻ വാദിക്കെ തന്നെ നിൽപ്പുണ്ട്. ഇനി അവനുള്ള ഗിഫ്റ്റ് നമുക്ക് കൊടുത്തു നോക്കാം. കൊച്ചു കുട്ടൂസാ, കൊച്ചു കുട്ടൂസാ, കൊച്ചുകുട്ടു, 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 കുട്ടൂസൻ, കൊച്ചു കുട്ടൂസൻ. എന്റെയാ, എന്റെ കൊച്ചു കുട്ടൂസനാ, എന്റെ കൊച്ചു കുട്ടൂസനാ. ചിൽ നടക്കട്ടാ. കൊച്ചു കുട്ടൂസനാ, എന്റെ കൊച്ചുകുട്ടു, കൊച്ചു കുട്ടൂസാ, കൊച്ചു കുട്ടൂസാ, കൊച്ചു കുട്ടൂസൻ, കൊച്ചു കുട്ടൂസനാണ്, കൊച്ചു കുട്ടൂസനാണ്, സുന്ദരനാണ്, സുന്ദരനാ, എന്റെ ഇന്ത്യയാ. കൊച്ചു കുട്ടൂസ, കൊച്ചു കുട്ടൂസ, കൊച്ചു കുട്ടൂസ, കൊച്ചു കുട്ടൂസ, കൊച്ചു കുട്ടൂസ, കൊച്ചു കുട്ടൂസ. സുന്ദരി മോനാണ് കൊച്ചു കുട്ടൂസ. നല്ല മിടുക്ക ചെറുക്കനാണ്, കുറുമ്പനാണ്, നല്ല സുന്ദരി മോനാണ്, കുറുമ്പ ചെക്കനാണ്. അയ്യോ, എന്റെ കൊച്ചു കുട്ടൂസിനെ കൊല്ലല്ലേ. മുടുക്കൻ ചെക്കനാ കൊച്ചു കുട്ടൂസ. കൊച്ചു കുട്ടൂസ, അയ്യോ എന്റെ കണ്ണ് കത്തി പറിച്ചേ. അയ്യോ, കൊച്ചു കുട്ടൂസിന്റെ മൂക്ക് കത്തി പറിച്ചേ. അയ്യോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയല്ലോ. അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോ എന്തിനെ കുറിച്ചാണെന്നറിയണ്ടേ? അത് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പലപ്പുഴ ക്ഷേത്രം ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ നമുക്ക് അമ്പലപ്പുഴ ക്ഷേത്രത്തെ കുറിച്ചും അതിന്റെ കുറച്ച് കാര്യങ്ങളും ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.